ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ്, അതേസമയം നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയോട് പറയാൻ തോന്നുന്ന മെസ്സേജസ് എന്താണ്. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങളല്ലേ എപ്പോഴും എടുക്കാറുള്ളൂ, നിങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മച്ചമ്പീനോട് പറയാനായിട്ട് തോന്നുന്ന മെസ്സേജസ്, അത് നമുക്ക് നോക്കാം. Okay, let's talk and clear our misunderstandings. I feel attracted towards you. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ ഇപ്പൊ അകത്തുനിന്നുള്ള ഇൻവോൾവ്മെന്റോ നിങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ശക്തികളുടെ ഒരു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കണം. നിങ്ങൾക്ക് പഴയൊരു കാര്യങ്ങളിലോട്ടൊക്കെ പഴയ നിങ്ങൾ ജീവിച്ച ജീവിത സാഹചര്യത്തിലോട്ട് പോകണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യണം. അതായത് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് തീർക്കണം. പിന്നെ നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് ഒന്ന് ക്ലിയർ ആക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ എത്ര അകലാനായിട്ട് പല രീതിയിൽ എത്ര അകലാനായിട്ട് ശ്രമിച്ചാലും നിങ്ങൾ ഇവരുടെ അടുത്ത് വീണ്ടും അടുക്കുന്ന പോലെ ചില സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇവരുടെ അടുത്തൊരു ആകർഷണോ അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരെങ്ങനെയുള്ളവരാണ്, ഇവരുടെ എല്ലാ സ്വഭാവവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷെ എത്ര അകലാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും എന്താ പറയാ, ബോട്ട് കരയിലോട്ട് അടുക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ്. ഓക്കെ, ഐ വാണ്ട് ടു റീകൺസൈൽ. അതായത് നിങ്ങൾക്ക് ഇയാളുടെ ഒരു സാമീപ്യം നിങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തി എല്ലാം മറന്ന് ഒരു പുതിയൊരു മനുഷ്യനോ ഒരു പുതിയൊരു മനുഷ്യത്തിയായിട്ടോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു റീകൺസിഡറേഷൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. യു ആർ മൈ സ്ട്രെങ്ത്. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ വാക്കുകളോ ഈ വ്യക്തിയുടെ സാമീപ്യമോ ഈ വ്യക്തിയുടെ സ്നേഹമോ നിങ്ങൾക്ക് ഒരു സമയത്ത് സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു കാര്യം ഇപ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യക്തി എല്ലാം മറന്ന് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ശക്തി കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു സാമീപ്യം നിങ്ങൾക്ക് വളരെയധികം ജീവിതം ഒരു മനോഹരം എന്നൊക്കെ പറയില്ലേ, ഒരു പൂക്കാലം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഫീലിംഗ്. ഓക്കെ, ലെറ്റ് സ്പെൻഡ് സം ടൈം ടുഗദർ. അതായത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടായിരുന്നു പാസ്റ്റില് ഈ വ്യക്തിയുടെ അടുത്ത്. അത് കുറച്ച് നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കെയർ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള ഒരു സമയം നിങ്ങൾ വീണ്ടും ആഗ്രഹിക്കുകയാണ്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ. ഓക്കെ, യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. ഓക്കെ, ഐ ആം വിത്ത് യു no matters whatever it is. Okay, my life is worthless without you. അതായത് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യപരമായിട്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അവരിനിയും മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സ്. പക്ഷെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊരു നല്ലൊരു മനുഷ്യനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരൊരു നിങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ അവരുടെ ഒരു കാര്യത്തിന്, അവരുടെ ഒരു നല്ല കാര്യത്തിന്, അവര് നശിച്ചു പോകണമെന്ന് അവരെ ദ്രോഹിച്ച് അവരെ നശിപ്പിക്കണമെന്നുള്ള ഒരു മൈൻഡൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. മൈ ലൈഫ് ഈസ് വർക്ക്ലെസ് വിത്തൗട്ട് യു. അതായത് നിങ്ങൾക്ക് അവരില്ലാത്ത ഒരു കാര്യം, എന്താ പറയാ, ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരില്ലാത്തൊരു ജീവിതം ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ,
എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. അതായത് നിങ്ങൾ അവരായിട്ട് ജീവിച്ച ഒരു നല്ല ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ജീവിച്ച നിമിഷങ്ങൾ അല്ലെങ്കിൽ അവരായിട്ട് പങ്കിട്ട സംസാരങ്ങൾ, ഗിഫ്റ്റുകൾ, അല്ലെങ്കിൽ ഓരോ മെസ്സേജസ്, അവരായിട്ടുള്ള പഴയ ജീവിതങ്ങൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു പ്രഷ്യസ് പോലെ ഫീൽ ചെയ്യുന്നു. ഓക്കെ. I can't imagine my life without. Okay. I know you are just using me. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫിനാൻഷ്യലി അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചില ആളുകൾ യൂസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീലിംഗ് തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ നിർത്തുന്നതായിട്ടോ അവർക്ക് തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോകാം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ നടക്കണം, അവരുടെ ദേഷ്യം നിങ്ങൾ സഹിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് അവര് നിങ്ങളെ യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. നിങ്ങൾക്ക് ഇവരെന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ഇവരെന്തൊക്കെ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്നുള്ള ആ ഒരു കണ്ണി ഫുള്ളായിട്ട് വിടാൻ പറ്റുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അതാണ് ഇങ്ങനെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നുന്നത്. I am waiting for positive response. I still remember the day we met first. Let's show our power of unity to the world. Okay. We both know whose fault it was. I don't know the reason behind this. Okay. അതായത് ഇതിൽ പറയാനുള്ളത്, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ വരണം, അവരുടെ അടുത്ത് നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റെസ്പോൺസ് കിട്ടണം. നിങ്ങളുടെ ജീവിതത്തിന് അതൊരു പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ ഫ്യൂച്ചറിനും ഒരു പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുവാണ്. അത് നിങ്ങളുടെ ഫാമിലിയിൽ ഉൾപ്പെട്ട ഒരു പേഴ്സൺ ആണെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ കിട്ടണം, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു തരത്തിലുള്ളതായിരിക്കണം എന്നുള്ള രീതിയിലും നിങ്ങൾ ഇരിക്കുകയാണ്. ചില ആളുകൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും, അത് ഒരിക്കലും കിട്ടില്ല എന്നും പറഞ്ഞിരിക്കുന്ന ആളുകളും ഉണ്ടാവും. അത് കിട്ടുമോ ഇല്ലയോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും. അത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്, കാരണം വെയിറ്റിംഗ് എനർജിയാണ്. ഓക്കെ. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. അതായത് നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസം, അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സംസാരിച്ച ദിവസം, സംസാരിച്ച കാര്യങ്ങളോ, അതുമല്ല നിങ്ങളുമായിട്ട് എന്തൊക്കെ നിമിഷങ്ങളാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട സംസാരങ്ങൾ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, ഇന്ന് എങ്ങനെ ആയി തീർന്നു എന്ന് നിങ്ങൾ വണ്ടർ അടിച്ചിരിക്കേണ്ട ഒരവസ്ഥ. ഓക്കെ. ലെറ്റ്സ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു ദ വേൾഡ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒത്തുചേർന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരെ എന്താ പറയാ, മറ്റുള്ളവർക്ക് പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് എന്താ പറയാ, ലോകം ഉറ്റുനോക്കുന്ന പോലെ പല കാര്യങ്ങളും, അത് ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ പല ഐഡിയാസ്, പ്ലാനിങ്സ് എല്ലാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരും സ്നേഹിക്കാത്ത അത്രയും പോലെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലവ് ബേർഡ്സിനെ പോലെ നിങ്ങൾക്ക് മാറാൻ പറ്റുമായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പവർ, അതൊരു സ്നേഹത്തിന്റെ പവർ ആയിരിക്കാം, ഫിനാൻഷ്യൽ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു കുടുംബകാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ ഒരു പവർ വേൾഡിന് കാണിച്ചു കൊടുക്കാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചേരണം. അത്രയും നല്ല രണ്ട് ശക്തികളാണ്. ഓക്കെ. വി ബോത്ത് നോ ഹൂസ് ഫോൾട്ട് ഇറ്റ് വാസ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, അവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം ആരുടെ മിസ്റ്റേക്ക് ആണ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. ഓക്കെ. എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. പിന്നെ നിങ്ങൾ വിചാരിക്കുവാണ്, നിങ്ങൾക്ക് കുറെ കാര്യങ്ങളും അറിയാം, പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ
എന്താണ് ഇപ്പൊ ഉണ്ടായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിങ്ങൾക്ക് ചില സമയത്ത് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു പരിപാടി മനസ്സിൻ്റെ അകത്തോട്ട് വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി കൂടി നന്നായിട്ട് പെരുമാറണോ? അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ, അത്രയും സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്? അങ്ങനെയൊക്കെയുള്ള ഒരു അവിയൽ പോലെയുള്ള ഒരു ചിന്താഗതി. മനസ്സിലായോ? ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക്. അതായത് പുള്ളി നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ വാക്കുകളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് ചില അതായത് കൈവിട്ട ആയുധം വാവിട്ട വാക്കെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും രീതിയിൽ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഐ ലെഫ്റ്റ് യു ടു മേക്ക് യു റിയലൈസ് മൈ ഇമ്പോർട്ടൻസ്. അതായത് നിങ്ങൾ എൻ്റെ വില മനസ്സിലാക്കണം, ഞാൻ ആരാണെന്ന് അറിയണം. അങ്ങനെയൊക്കെയുള്ള ഒരു വാശിക്കാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യണം. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് സ്റ്റിൽ ഐ ബ്ലെയിംഡ് യു. അതായത് പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവര് എന്താണ് അവരുടെ ഫോൾട്ട് എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും പക്ഷെ നിങ്ങളെ ആയിരിക്കും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് സാഹചര്യം ഇതാക്കിയത്, ഞാനല്ല, ഞാനെപ്പോഴും നിരപരാധിയാണ്. അവരവരുടെ കുറ്റം സമ്മതിക്കുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കാരണം നിങ്ങളെ ഇങ്ങനെ ചൂണ്ടി ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് പറയുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചില ആളുകൾ അവരുടെ ഐഡന്റിറ്റിക്ക് മോശം വരുത്തുന്ന രീതിയിൽ എവിടെ അത് കുറ്റം സമ്മതിക്കാനോ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കാനോ റെഡിയാവില്ല. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ ഫോർഗിവ് മീ സൂൺ. അതായത് അവർ ചെയ്ത കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്കറിയാം. വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ നിങ്ങളെ മാപ്പ് തരുമായിരിക്കും, അല്ലെങ്കിൽ പൊറുക്കുമായിരിക്കും, മറക്കുമായിരിക്കും എന്നൊക്കെ പറയുവാണ്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. അപ്പൊ അതായത് നിങ്ങളോട് പല കാര്യങ്ങളും അച്ചമ്പി ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, അതിലൊക്കെ മാപ്പ് ചോദിക്കുന്നു. യു ടച്ചഡ് മൈ ഹേർട്ട്. നിങ്ങൾ അവരുടെ ഹൃദയത്തെ ടച്ച് ചെയ്തു. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. പുള്ളിയുടെ പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാം. പുള്ളിയുടെ ക്യാരക്ടർ ആയിരിക്കാം, പുള്ളിയുടെ ഈഗോ മാറ്റലായിരിക്കാം, പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാം, അതായത് മാറ്റാം. അങ്ങനെയൊക്കെ ഇപ്പൊ ഈ ഒരുപാട് ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരുപാട് ഈഗോ എടുക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരാം എന്നൊക്കെയാണ് പറയുന്നത്. ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലീവ് മീ. I feel you don't need me anymore. Let's forget the past and start a new journey. I hide my feelings for you. Thank you for your stand in my favor. I do love you. I feel romantic for you. Thank you for being a part of my life. Okay. അപ്പോൾ നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുന്നതിനേക്കാളും മുമ്പ് അവരുടെ അടുത്തുള്ള ഫീലിങ്സ് ഉപേക്ഷിക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങളെ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്ഥലത്ത് സ്റ്റക്കാക്കി നിർത്തി അങ്ങനെ ഉദ്ദേശിക്കുന്നു. പിന്നെ അവരിപ്പോ ചിന്തിക്കുന്ന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരില്ലെങ്കിലും നിങ്ങൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവരില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് എടുക്കുവോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ അവര് മതി എന്ന് പറഞ്ഞ് നടന്നവര് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ തിരഞ്ഞെടുത്തോ? അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഐ ഫീൽ യു ഡോണ്ട് നീഡ് മീ എനി മോർ.
അപ്പൊ ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ വേണ്ടേ, എന്നെ സെലക്ട് ചെയ്യോ, എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ പറ്റുമോ, എന്നെ സ്വീകരിക്കുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആകെ കൂടിയുള്ള ഒരു ചിന്ത. ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. അതായത് നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മറക്കുക. നമ്മൾക്ക് പുതിയൊരു ജീവിതയാത്രയിലോട്ടൊക്കെ പോവാമെന്നാണ് മച്ചമ്പി പറയുന്നത്. ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് യാഥാർത്ഥമായിട്ടുള്ള പല ഫീലിങ്സും പുള്ളി ഹൈഡ് ചെയ്ത് വെച്ചു, ഒളിപ്പിച്ചു വെച്ചെന്ന്. ഒളിപ്പിക്കാൻ മിടുക്കനോ മിടുക്കത്തിയായിരിക്കണം. നിങ്ങൾ ഇവരുടെ ഫേവറിനനുസരിച്ച് നിന്നതിന് താങ്ക് യു പറയുന്നു. ഐ ഡു ലവ് യു, അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു. ഓക്കെ. താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഐ ഫീൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. ചില ആളുകൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ചില ആളുകൾ പ്രകടിപ്പിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിലായി പോകും. പല സിറ്റുവേഷൻസ് വന്നപ്പോഴോ പല ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴോ ഉള്ളിലുള്ള കാര്യങ്ങൾ ദേഷ്യമായിട്ട് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് പ്രകടിപ്പിക്കേണ്ട പല കാര്യങ്ങളും നെഗറ്റീവായി പോവുകയും നിങ്ങളുടെ ഇടയിൽ വേറെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ആയിട്ട് അതൊക്കെ കൂടി കുളമാക്കുകയും പുറമേ ഉള്ള ഒരു എനർജി വന്നിട്ട് അതൊക്കെ ബുദ്ധിമുട്ടിലാക്കുകയും ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാം. കാരണം രണ്ടുപേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാകുന്ന ഒരു കാര്യം മൂന്നാമതൊരു വ്യക്തി ഇങ്ങനെ തള്ളിക്കേറി 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 വന്ന് അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പോ ശരിക്കും നല്ലൊരു സ്നേഹം ഉണ്ടെങ്കിലും ചില സിറ്റുവേഷനിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറമേയുള്ള എനർജിയുടെ പേരിൽ വഴക്കുണ്ടാക്കുകയോ തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് മാജിക് എനർജിയിലൊക്കെ കുടുങ്ങി കിടക്കുന്നവരാണെങ്കിൽ ഉള്ളില് എന്താ പറയാ പോസിറ്റീവ് ആണെങ്കിലും പുറമെ അത് നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിട്ട് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ ഒരു ശക്തി അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ തമ്മിൽ വേർതിരിപ്പിക്കാനുള്ള പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ടാകും. അപ്പൊ അത് അതായത് മനോഹരമായി ചേരുന്ന ഒരു കാര്യത്തിന്റെ ഇടയിൽ മൂന്നാമത്തെ ഒരു കാര്യം വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാവുന്നത്. എനിക്ക് അങ്ങനെയാണ് ഈ ഒരു മെസ്സേജസിൽ നിന്ന് മനസ്സിലായത്. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജ് എടുത്ത് നോക്കാം. നോ നീഡ് ടു വറി. നിങ്ങൾ എന്തുകൊണ്ടാണോ എന്ത് കാര്യത്തിലൊക്കെയാണോ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമായിട്ടൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.